പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ വീട്ടിന്റെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രൻ എന്ന സഹോദരന്റെ അച്ഛൻ ജോയി എന്ന വയസ്സായ അദ്ദേഹം പറയുണ്ടായി, ജിന്നിറങ്ങിയിട്ടാണ് ഈ പണി തീർത്തിരിക്കുന്നത് എന്ന് അത്ഭുതത്തോടുകൂടെ പറയുണ്ടായി. വളരെ വ്യവസ്ഥാപിതമായും വളരെ കൃത്യതയോടുകൂടിയും പ്രവർത്തകർ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ടാണ് പല വീട് നിർമ്മാണങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിച്ചത്. വലിയൊരു ഉപകാരം വിചാരിക്കുന്നു. പൊഞ്ഞു തുറാവായി വീടല്ലേനു. അപ്പൊ ഇങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് ഒരു സഹായം കിട്ടിയതിനെ കൊണ്ട് വളരെ ഉപകാരം വിചാരിച്ച് ജീവിക്കാൻ മാത്രമേ ഉള്ളൂ. കഴിവുണ്ടെങ്കിൽ 5 മാസം വരെ ഇങ്ങനെ കിടക്കൂലല്ലോ. കഴിവില്ലാത്തതിനെ കൊണ്ടാണ്. 20 വീടുകളും 20 കുടിലുകളുമാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. അതില് മലപ്പുറം ഒരു പ്രത്യേക പശ്ചാത്തലമുള്ള ഗൾഫിന്റെ സ്വാധീന പ്രദേശമാണ്. അപ്പം വലിയ വീടുകളാണ് എല്ലാ ആളുകളും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ സോളിഡാരിറ്റി പ്രവർത്തകന്മാര് 20ഓളം വീടുകൾ 25,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ ആളുകൾക്ക് താമസിക്കാനും ലളിതമായ വീടുകൾ നിർമ്മിക്കാനും സാധിക്കുമെന്നുള്ളത് പ്രായോഗികമായി തെളിച്ചു എന്നുള്ളതാണ് സോളിഡാരിറ്റിയുടെ മലപ്പുറം ജില്ല വെസ്റ്റ് ജില്ലാ പ്രവർത്തകന്മാർക്ക് സന്തോഷകരമായ ഒരു കാര്യം. ചില വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി സോളിഡാരിറ്റിയുടെ പ്രവർത്തകന്മാർ വളരെ നല്ല രീതിയിൽ കാര്യമായ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനം എന്ന് പറയുന്നത്. അവര് തന്നെ സ്വയം പൂർണ്ണമായി പ്രവർത്തിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചില വീടുകളും മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതിയും ഈ വെസ്റ്റ് ജില്ലയിൽ ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ 20 കുടിലുകളുണ്ടായിരുന്നു. അതിൽ 15 കുടിലുകളും 150ഓളം പ്രവർത്തകന്മാര് ഒരു ദിവസത്തെ സേവന പ്രവർത്തനം കൊണ്ട് പൂർത്തീകരിച്ചു എന്നുള്ളതും ജില്ലയിലെ മൊത്തം പ്രവർത്തകന്മാർക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പതിനേഴ് വീടുകളും 17 കുടിലുകളുമാണ് അനുവദിച്ചു തന്നിരുന്നത്. അതിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ പ്രവർത്തകർ ഈ കുടിലുകളുടെയും വീടുകളുടെയും പണി പൂർത്തിയാക്കിയത്. അർഹരായ ആളുകൾ ആരാണ് എന്ന് കണ്ടെത്താൻ കുറച്ച് സമയം എടുത്തുവെങ്കിലും ബാക്കി അതിന്റെ പണി തീരുമാനിക്കപ്പെട്ടതിനു ശേഷം വളരെ വേഗം മുന്നോട്ട് പോവുകയും പ്രവർത്തകരുടെ അധ്വാനം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത്തരം വീടുകളും കുടിലുകളും നിർമ്മിക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട സംഗതി, ആദിവാസികൾ ഉൾപ്പെടെയുള്ള ചില വിഭാഗങ്ങൾക്ക് നമ്മൾ പ്രത്യേകം കുടിലുകൾ നിർമ്മിച്ചു കൊടുത്തത്. അത് ചില പ്രത്യേക മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ കുടിലുകൾ നിർമ്മിച്ചു കൊടുത്തത്. അതിൽ തന്നെ ശാന്തപുരം ഏരിയയിലെ മണ്ണാർമലക്കടുത്ത് ചീനിക്കപ്പാറ ആദിവാസി കോളനി, അവിടെ 6 കുടിലുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് ജില്ലയിലെ 135ഓളം പ്രവർത്തകർ രാവിലെ 7 മണിക്ക് തന്നെ എത്തി 3 കിലോമീറ്ററോളം ദൂരെ കുത്തനെയുള്ള സ്ഥലം നടന്ന് അങ്ങോട്ട് സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് 5 മണിയാകുമ്പോഴേക്ക് ആ പണികളൊക്കെ പൂർത്തിയാക്കി ചീനി, അതേപോലെ തന്നെ ആദ, മക്ക പോലെയുള്ള 6 ആദിവാസി കുടുംബങ്ങളെ ആ വീടുകളിൽ കുടിയിരുത്തി 5 മണിയാകുമ്പോഴേക്ക് അവർക്ക് താഴെ ഇറങ്ങാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനം എന്ന് പറയുന്നത് അതിൽ ഉപയോഗിക്കപ്പെട്ട സാധനങ്ങളൊക്കെ അത് 80-85 കിലോഗ്രാം വരുന്ന അതിന് കോൺക്രീറ്റ് തൂണുകൾ, ഇതൊക്കെ അങ്ങോട്ട് എത്തിക്കുവാൻ ഒരുപക്ഷെ സോളിഡാരിറ്റി പ്രവർത്തകർക്ക് കഴിയുകയില്ല എന്ന് കരുതി തലേ ദിവസം മറ്റു പണിക്കാരെ ഏൽപ്പിച്ചിരുന്നെങ്കിലും അവർക്ക് കഴിയാത്ത ഈ വർക്ക് സോളിഡാരിറ്റി പ്രവർത്തകർ അവിടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം അതങ്ങോട്ട് ഇത്ര വലിയ കുന്നുമുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു സംഗതിയാണ്. പലരും അവിടെ താക്കോൽദാന ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് ഇതുപോലുള്ള സംഗതികൾ സോളിഡാരിറ്റിയുടെ പ്രവർത്തകർക്ക് മാത്രമേ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ എന്ന് എടുത്തു പറഞ്ഞത് അവിസ്മരണീയമാണ്. 8 വീടും 8 കുടിലുമാണ് പ്രവർത്തകർ ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ ഈ 8 വീടും കുടിലും പ്രഖ്യാപിക്കുമ്പോൾ പ്രവർത്തകരടക്കം നാട്ടുകാരും ചോദിച്ചിരുന്നത് എങ്ങനെ സാധിക്കും, ഈ ഇത്രയും തുച്ഛമായ വിലക്ക് പ്രവർത്തകർ എങ്ങനെയാണ് വീടുണ്ടാക്കുക എന്നൊരു ആശങ്ക വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. പക്ഷേ പണി തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അത്ഭുതവും മാത്രമല്ല, 8 വീടിന്റെ പണി കഴിയുന്നതോടുകൂടി പല ആളുകളും സ്പോൺസർ ചെയ്യാൻ, സോളിഡാരിറ്റി പ്രവർത്തകർ ഇനിയും വീടുണ്ടാക്കുമെങ്കിൽ ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ട് സ്പോൺസർ ചെയ്യാൻ മുന്നോട്ട് വന്ന ഒരു അവസ്ഥ ഉണ്ടായി. ജനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പാവപ്പെട്ട 2 പെൺകുട്ടികളുള്ള ഒരു പയ്യനാണ്. അപ്പോ അവനെ സംബന്ധിച്ച് വീട് എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു. സ്ഥലം അവനുണ്ടായിരുന്നു, സ്വന്തമായി സ്ഥലം ഉണ്ടായിരുന്നാണ്. അപ്പോ പിന്നെ ഇവരുടെ നിർമ്മാണ രീതികളെ കുറിച്ച് പറയുമ്പോൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ, അപ്പൊ അദ്ദേഹം അന്ന് തന്നെ ആദ്യം പറഞ്ഞിരുന്നു ജനങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീട് കയറാൻ സാധിക്കുള്ളൂ. മെറ്റീരിയലുകൾ തരാം, അപ്പോ പണി മാൻ പവർ അത് നമ്മൾ പരമാവധി ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരും അതേപോലെ തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരും കൂടി അവിടെയൊക്കെ വളരെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും കേരളത്തിൽ അങ്ങോളം എല്ലായിടത്തും
എത്തേണ്ടത് അത്യാവശ്യമാണ്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട് പണിയാൻ കഴിയും. നമ്മുടെ ജനങ്ങളുടെ ഒരു സഹായം, ഒരു സൗഹൃദത്തിന്റെയും ഒരു സഹോദര്യത്തിന്റെയും ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു ഇതിന്റെ നിർമ്മാണ വേളയിൽ ഇവിടെ ഉണ്ടായിരുന്നത്. അതിന് സോളിഡാരിറ്റിയോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തി. പേര് സലീം എന്നാണ്. കൂലിപ്പണിയാണ് എനിക്ക്. എന്റെ അയലോകത്ത് അടുത്തുള്ള ഒരാളാണ് ജയനിപ്പോ എല്ലാവരും കൂടിയിട്ട് ഒരു പാർപ്പിടം ശരിയാക്കി വെച്ചു കൊടുത്തത് ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനം ഉണ്ടായ കാര്യത്തില് നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു. ദൃഷ്ടിയെ പിടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ജയന് വേണ്ടി. ഈ പുരയുടെ നിർമ്മാണത്തിന്റെ ഉദ്ദേശം മറ്റു രീതിയിലല്ല. അത് സ്വന്തമായിട്ട് സോളിഡാരിറ്റി പ്രവർത്തകരും ഒപ്പം തന്നെ അവരോടൊപ്പം നാട്ടിലെ സമാന മനസ്കരായിട്ടുള്ള മുഴുവൻ ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ട് പുര പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. സോളിഡാരിറ്റി പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് വളരെ സന്തോഷം തോന്നി. എങ്കിലും ഞങ്ങളുടെ അംഗത്തിന് കിട്ടിയ വീട് അതിന് ഞങ്ങൾ സഹകരിക്കുക. സോളിഡാരിറ്റിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾ അത്രയും ധരിച്ചില്ല. പക്ഷെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വളരെ ആവേശം തോന്നി. കാരണം കല്ല് ചോക്കാൻ പ്രാപ്തിയില്ലാത്ത ആരോഗ്യം കൊണ്ടല്ല, ചുവന്ന് പരിചയമില്ലാത്ത അംഗങ്ങൾ 10-20 കിലോമീറ്റർ അകലെയുള്ള സോളിഡാരിറ്റി പ്രവർത്തകർ വരെ ഇതിൽ വന്നിട്ട് കല്ല് ചുവന്ന് കൊണ്ടുപോകുമ്പോൾ അര കിടന്ന് വെട്ടുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ചുമന്ന് പരിചയമില്ലാത്ത അംഗങ്ങളുടെ അവസ്ഥയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പ്രവർത്തനം കണ്ടപ്പോഴാണ് സത്യത്തിൽ ഞങ്ങൾ ഇതിൽ അലിഞ്ഞു ചേർന്നത്. ഞങ്ങളുടെ സംഘത്തിലെ വളരെ നല്ല ശതമാനം അംഗങ്ങളും സോളിഡാരിറ്റി പ്രവർത്തകരും അണിനിരന്ന് ആ കല്ലും മണല് സിമന്റ് എന്നിവയുടെ എല്ലാ സാധനങ്ങളും റോഡരികിൽ നിന്ന് 500 മീറ്റർ ഏറെക്കുറെ 350 മീറ്ററുള്ളൂ അല്ലെ, 350 മീറ്ററോളം ദൂരത്തുനിന്ന് അടുപ്പിച്ച് പെരമണിയിലെ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ സഹകരിച്ചു. ഒപ്പം തന്നെ ഈ സഹകരിച്ചു എന്ന് ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിലുപരി ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇത് മറ്റൊരു തരത്തിലുള്ള ചർച്ചയ്ക്ക് വഴിതെളിച്ചു. എനിക്കൊരു സേവനം ചെയ്തു തരണമെന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ ഉയർന്നപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾ സഹായിച്ച് സാധാരണക്കാരനെ സഹായിക്കുന്ന ഒരു മനസ്സും സമൂഹം ഇവിടെ ഉണ്ട് എന്ന് മറ്റുള്ള അംഗങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് അവർ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. ആ കാര്യത്തിൽ സമൂഹത്തിൽ ഒരു ചലനം ഉണ്ടാക്കുന്നതിൽ സോളിഡാരിറ്റി ഞങ്ങളുടെ ഗ്രാമത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഇതൊരു സാമൂഹ്യ ചലനത്തിന്റെ ഒരു സ്വഭാവമാണ്. ഒരു ചലനം ഒരുത്തിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ആ